Assalamualaikum. Welcome back to Simplykitchen. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെയിൻ ഫ്രൈ ആണ്. ബീഫിൻ്റെ ബ്രെയിനാണിത്. ഒരു ബ്രെയിൻ ഉണ്ട് ഇത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു ഫ്രൈ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 2 ഇടത്തരം ഉള്ളിയാണ് ചെറുതായി മുറിച്ചത്. നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കൂടി ഇതിൽ കിട്ടും. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ നമ്മൾ ഉള്ളി കുറച്ചുകൂടി പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. അതേപോലെ തന്നെ ഒരു സ്പൂണും 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എരിവ് പാകമായിട്ടില്ലെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി ഇടാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മസാലപ്പൊടികൾ ഈ ഉള്ളിയോടൊപ്പം എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതുണ്ട്, അത് ചേർക്കണം. ഞാനൊരു 3 പച്ചമുളകും അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇടാം. ഞാനൊരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് ബ്രെയിൻ ഇതിലേക്ക് ഇടാം. ബ്രെയിൻ ചെറിയ പീസാക്കിയിട്ടൊന്നുമില്ല, വലിയ പീസിൽ തന്നെ ഇല്ലത്. ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഈ ഒരു ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായി വെന്ത് വരും. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു മുട്ടയൊക്കെ വേകുന്ന വേവേ ഉള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബ്രെയിൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നിങ്ങനെ പീസാക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. ഇനി അതല്ല അങ്ങനെ ആക്കണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഇപ്പോൾ ഇതൊന്ന് ചെറിയൊരു പീസാക്കി എടുക്കുന്നുണ്ട്. ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കി എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പും എരിവൊക്കെ കണക്കാണ്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ
തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ചെറിയൊരു ചാറ് ടൈപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കുറുമക്ക്. നമ്മുടെ ബീഫ് ബ്രെയിൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ഒന്ന് ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ അടിപൊളി ബീഫ് ബ്രെയിൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ബ്രെയിൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ബീഫ് ബ്രെയിൻ വൃത്തിയാക്കുക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നാണ് ചെറിയൊരിളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ ഒരു നാര് പോലുള്ള സാധനം ഉണ്ടാവും. അതൊന്ന് വലിച്ചെടുക്കാനേ ഉള്ളൂ, വേറെ കച്ചറായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.